ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിശ്ര വിവാഹത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാരും? മിശ്ര വിവാഹത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. ബ്രഹ്മപുത്രയുടെ പോഷക നദി തിസ്ത. തിസ്ത ഏത് നദിയുടെയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മൂലമറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? സിക്കിം, ടിബറ്റ്. സിക്കിമിനും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന മൗണ്ടൻ പാസാണ് നാഥുല ചുരം. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതിയാണ് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷമാണ് 1950 ജനുവരി 26. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ₹1 കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് ആര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ₹1 കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആര്? MV രാഘവൻ. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി MV രാഘവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്? കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ. ഹൃദയ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം? 12. ഹൃദയ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം 12. ഹൃദയ് പദ്ധതി എന്നുവെച്ചാൽ രാജ്യത്തിൻ്റെ പൈതൃക മേഖലകളിൽ സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഹൃദയ് പദ്ധതി. 2015 ജനുവരി 21 ഇത് നിലവിൽ വന്നത്. ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം? തിരുവനന്തപുരം. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ? പൃഥ്വി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളതാണ്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗ. വാരണാസി സ്ഥിതി ചെയ്യുന്നത് ഗംഗാ തീരത്താണ്. മൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ്? ജമ്മു ആൻഡ് കാശ്മീർ. മൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത്? പൗരത്വം. 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2002. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2002.
ഇന്ത്യയുടെ പ്രഥമ പൗരൻ, പ്രസിഡന്റ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ നിലവിൽ വന്നത് 1976. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക. അനാവശ്യമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005. ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂലന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ. പശ്ചിമഘട്ടം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. കോട്ടൂർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. കേരളത്തെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് 2002. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് 2002. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1940. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ. വിദ്യാധിരാജ എന്ന പേരിലറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ വെങ്ങാനൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപം നടന്ന വർഷം 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂർക്കേല. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രമാണ് റൂർക്കേല. ISRO രൂപീകൃതമായത് 1969. ISRO രൂപീകൃതമായത് 1969. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം.
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിൻ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിൻ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷയാണ് തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏത്? കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷതയാണ് കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹകരണ സമരം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. പാമ്പാർ. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്നത് പാമ്പാർ. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. 2. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം. പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ്. ജാതിക്കുമ്മിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി. കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ മേധ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ മേധ. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഇ-ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഇ-ഗവേണൻസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? റാഞ്ചി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് റാഞ്ചിയിൽ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് പാമ്പാടും ചോല. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് പാമ്പാടും ചോല. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയം. കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നതെന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നതെന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം SL നാരായണൻ. കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം അമരാവതി. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം INC സമ്മേളനമാണ് അമരാവതി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് തലയ്ക്കൽ ചന്തു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് തലയ്ക്കൽ ചന്തു. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം മൊറാഴ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ.
നയി താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആര്? ഗാന്ധിജി. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ദീനബന്ധു മിത്ര. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ്? 32-ാം അനുച്ഛേദം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ്? 32-ാം അനുച്ഛേദം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? റോഹ, മംഗലാപുരം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? റോഹ, മംഗലാപുരം. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ? 14444. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 14444. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം? 8. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം? 8. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യശാഖയിൽ പെടുന്നതാണ്? നോവൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? രാഷ്ട്രപതി. വേല ചെയ്താൽ കൂലി വേണം ഈ മുദ്രാവാക്യം ഉയർത്തിയത്? വൈകുണ്ഠ സ്വാമികൾ. മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്? കെ കേളപ്പൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, നന്നായി പഠിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സെറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.